നമസ്കാരം. ഇനിയും പറ്റിക്കപ്പെടാൻ കേരള ജനത തയ്യാറല്ല. ഈ നശിച്ച ഭരണം അവസാനിപ്പിക്കാൻ കേരളം ഒന്നടങ്കം തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം കണ്ണടച്ച് LDFന് കുത്തിയവർ പോലും ഇന്ന് മാറി ചിന്തിക്കുകയാണ്. കാരണം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ 10 വർഷത്തെ ഭരണമികവ് അത്രമേൽ ഈ നാടിനെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. നിർധനനായ മനുഷ്യരുടെ കഞ്ഞിയിൽ മണ്ണിട്ടവരോട് ഈ നാട് ഒരിക്കലും ക്ഷമിക്കില്ല. ക്യാൻസർ രോഗികളോട് നിങ്ങൾ കാണിച്ച ക്രൂരതയ്ക്ക് കാലം സാക്ഷിയാണ്. അവരുടെ പെൻഷൻ മുടക്കി അവരെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ, അനാഥരായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സ്നേഹപൂർവ്വം പദ്ധതി അട്ടിമറിക്കുമ്പോൾ നിങ്ങൾ ഓർത്തില്ലേ ഈ പാവങ്ങളുടെ കണ്ണീരിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യം? ശ്രുതി തരംഗവും ആശാകിരണവും ഡയാലിസിസ് പെൻഷനും മുടക്കി പാവപ്പെട്ടവനെ ദുരിതക്കയത്തിലാക്കിയ ഈ ഭരണകൂടത്തിന് സ്വന്തം PR വർക്കിനും ആഡംബരങ്ങൾക്കും മാത്രം ഖജനാവിൽ പണമുണ്ട്. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും കോടികൾ പൊടിച്ച് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന സഖാക്കന്മാരെ, നിങ്ങൾക്ക് നാണമില്ലേ വീണ്ടും ഒരു അവസരം കൂടി ചോദിക്കാൻ? പിഞ്ചു കുഞ്ഞുങ്ങളോടും നിസ്സഹായരായ രോഗികളോടും നിങ്ങൾ കാട്ടിയ ഈ ക്രൂരതയ്ക്ക് പകരം ചോദിക്കാതെ കാലം കടന്നു പോകില്ല. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ കൂലി ജനങ്ങൾ വോട്ടിലൂടെ തന്നിരിക്കും. വഞ്ചിക്കപ്പെട്ട യുവാക്കളും പട്ടിണിയിലായ തൊഴിലാളികളും മരുന്നിന് വകയില്ലാത്ത രോഗികളും ചേർന്ന് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും. മാറ്റം ഉറപ്പാണ്. കേരളം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഈ ചതിയുടെ ഭരണത്തിന് വിട പറയാനുള്ള സമയമാഗതമായിരിക്കുന്നു. നവകേരളം എന്ന മനോഹരമായ വാചകം കൊണ്ട് നമ്മെ മയക്കി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത്? PR വർക്കുകൾക്കും പരസ്യങ്ങൾക്കും വേണ്ടി കോടികൾ ഒഴുക്കുമ്പോൾ ഇവിടെ പട്ടിണിയിലാകുന്നത് പാവപ്പെട്ടവരും രോഗികളുമാണ്. നമ്മുടെ കൺമുന്നിൽ തകർന്നു വീഴുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. കേരളത്തിന്റെ അഭിമാനമായിരുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളെല്ലാം ഇന്ന് വെറും കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് താങ്ങാവേണ്ട സ്നേഹപൂർവ്വം പദ്ധതി മുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ആ കുട്ടികളുടെ കണ്ണീരിന് എന്തു മറുപടിയാണ് സർക്കാർ നൽകാനുള്ളത്? കേൾവിശക്തി ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ ലോകത്ത് ശബ്ദം നിറയ്ക്കേണ്ട ശ്രുതി തരംഗം പദ്ധതി 2 വർഷമായി നിലച്ചിരിക്കുന്നു. ഒരു തലമുറയെ നിശബ്ദതയിലേക്ക് തള്ളിവിടുന്ന ക്രൂരതയാണിത്. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന ആശാകിരണം ആശ്വാസധനം നിന്നിട്ട് 2 വർഷവും. ചികിത്സയ്ക്കും മരുന്നിനും പണമില്ലാതെ സാധാരണക്കാർ വലയുന്ന കാഴ്ചയാണ് നമ്മൾ നിത്യം കാണുന്നത്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ 6 മാസമായി ലഭിക്കുന്നില്ല. ഡയാലിസിസ് രോഗികൾക്ക് 2 വർഷമായി പെൻഷനേ ഇല്ല. ഭരണാധികാരികളുടെ ആഡംബര യാത്രകൾക്കും വിദേശ സന്ദർശനങ്ങൾക്കും പണത്തിന് കുറവില്ലാത്ത ഖജനാവിൽ മരിക്കാൻ പോകുന്നവന്റെ മരുന്നിന് മാത്രം പണമില്ല എന്നത് ഏറെ ലജ്ജാകരമല്ലേ? ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അടച്ച പണം പോലും തിരികെ നൽകാത്തതും ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണങ്ങളാണ്. പാലാ പദ്ധതി ഉൾപ്പെടെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ വെറും ആഘോഷങ്ങൾ മാത്രമായി മാറി. ഉദ്ഘാടന മാമാങ്കങ്ങൾ കഴിഞ്ഞാൽ അവ പൂട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. PR ഏജൻസികളെ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന പ്രതിച്ഛായ മാത്രമാണ് ഇന്ന് ഈ സർക്കാരിന്റെ കൈവശമുള്ളത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെക്കാൾ പിണറായി സർക്കാർ പ്രാധാന്യം നൽകുന്നത് തങ്ങളുടെ പ്രതിച്ഛായ മിനുക്കലിന് തന്നെയാണ്. നമുക്ക് വേണ്ടത് കൊട്ടിഘോഷിക്കുന്ന വികസനമല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ വയറു നിറയ്ക്കുന്ന, രോഗികളുടെ മരുന്നിന് പണം നൽകുന്ന ഒരു ഭരണകൂടത്തെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ കാരുണ്യ പദ്ധതി കേരളത്തിലെ എത്രയോ കുടുംബങ്ങൾക്കാണ് ആശ്വാസമായത്. സാധാരണക്കാരന് നേരിട്ട് ചെന്ന് പരാതി പറയാൻ കഴിഞ്ഞിരുന്ന ജനസമ്പർക്ക പരിപാടികൾ ഒരു ഭരണാധികാരി ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതിന്റെ തെളിവായിരുന്നു. UDF വിഭാവനം ചെയ്യുന്നത് കടക്കണിയിലായ കേരളത്തെ അല്ല, മറിച്ച് ഓരോ പൗരനും സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു നാടിനെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വോട്ട് ആർക്ക് വേണ്ടിയായിരിക്കണം? വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സർക്കാരിനാണോ, അതോ പാവപ്പെട്ടവന്റെ വേദന അറിയുന്ന ജനക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുന്ന ഒരു ഭരണത്തിനോ? 10 വർഷത്തെ ദുർഭരണം കേരളത്തെ തകർത്തു കഴിഞ്ഞു. ഇനിയൊരു മാറ്റമാണ് വേണ്ടത്. ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് നിങ്ങളുടെ വോട്ട്. വിവേകത്തോടെ ചിന്തിക്കുക. കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് കൈകോർക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നല്ലേ? കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ കണക്കെടുക്കുമ്പോൾ സാധാരണക്കാരന്റെ കയ്യിൽ ബാക്കിയുള്ളത് ശൂന്യതയും കണ്ണീരും മാത്രം. വലിയ പരസ്യങ്ങളും ആഡംബര ഉദ്ഘാടനങ്ങളുമായി കൊട്ടിഘോഷിച്ച് പുറത്തിറക്കിയ പദ്ധതികളൊക്കെ ഇന്ന് എവിടെ പോയി? കേരളത്തിന്റെ വികസനം വെറും PR വർക്കുകളിലും കട്ടൗട്ടുകളിലും മാത്രം ഒതുങ്ങിയിരിക്കുന്നു. യഥാർത്ഥ കേരളം ചികിത്സയ്ക്കും പെൻഷനും പണമില്ലാതെ ശ്വാസം മുട്ടുന്നു. കണ്ണില്ലാത്ത ക്രൂരതയാണ് ഈ ഭരണകൂടം പാവപ്പെട്ടവരോട് കാണിക്കുന്നത്. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്നേഹപൂർവ്വം പദ്ധതി നിലച്ചിട്ട് 1 വർഷം പിന്നിട്ടു.
തന്റെ കുഞ്ഞിന് ലോകത്തെ കേൾക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന മാതാപിതാക്കളെ നോക്കി ശ്രുതി തരംഗം പദ്ധതി സർക്കാർ അടച്ചുപൂട്ടി. 2 വർഷമായി ആ കുഞ്ഞുങ്ങളുടെ ലോകം നിശബ്ദമാണ്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് 6 മാസം. ഡയാലിസിസ് രോഗികൾക്ക് 2 വർഷമായി പെൻഷനേ ഇല്ല. ഗുരുതര രോഗങ്ങളാൽ കിടപ്പിലായ രോഗികളെ നോക്കുന്നവർക്ക് ലഭിച്ചിരുന്ന ആശാകിരണം ധനസഹായം നിലച്ചിട്ടും 2 വർഷം പിന്നിട്ടു. ഭരണാധികാരികളുടെ സുഖ സൗകര്യങ്ങൾക്കും പത്രാസിനും ഖജനാവിൽ പണമുണ്ട്. പക്ഷെ മരുന്നിന് പണമില്ലാതെ സാധാരണക്കാരൻ മരിച്ചു വീഴുന്നതിൽ ഈ സർക്കാരിന് യാതൊന്നും പറയാനില്ല. അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല ഇത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ചോര നീരാക്കി അധ്വാനിച്ച് സർക്കാരിലേക്ക് അടച്ച വിഹിതം പോലും തിരിച്ചു നൽകാതെ വഞ്ചിക്കുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത്. പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ വലിയ ആഘോഷം, നടപ്പിലാക്കുമ്പോൾ തികഞ്ഞ പരാജയം. വികസനത്തിന്റെ പേരിൽ കോടികൾ കടമെടുത്ത് കേരളത്തെ ഒരു വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ടതല്ലാതെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്? PR ഏജൻസികളെ വെച്ച് കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായയുടെ ഉള്ളിൽ ഭരണപരാജയത്തിന്റെ ജീർണത വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇവിടെയാണ് നാം UDF ഭരണകാലത്തെ ഓർക്കേണ്ടത്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ കാരുണ്യയും ജനസമ്പർക്ക പരിപാടികളുമായി ജനങ്ങളിലേക്ക് ഇറക്കിച്ചെന്ന ഒരു ഭരണകൂടം നമുക്കുണ്ടായിരുന്നു. അധികാരത്തിന്റെ ഗർവ് കാണിക്കാതെ സാധാരണക്കാരന്റെ പരാതി കേൾക്കാൻ തയ്യാറായ നേതാക്കൾ ഉണ്ടായിരുന്നു. ജനക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാനും ഗുണഭോക്താക്കളുടെ കൈകളിൽ സഹായം എത്തിക്കാനും അന്ന് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണ്ടത്. ഇനിയും ഈ ദുർഭരണം തുടരണോ എന്ന് ഓരോ പൗരനും ചിന്തിക്കേണ്ട സമയമാണിത്. വാഗ്ദാനങ്ങൾ മാത്രം വിഴുങ്ങുന്ന ഈ ഭരണകൂടത്തിന് നിങ്ങളുടെ വോട്ട് നൽകണോ? മാറ്റം അനിവാര്യമാണ്. കേരളത്തെ വീണ്ടും കരുതലോടെ ചേർത്ത് പിടിക്കുന്ന, പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഭരണമാറ്റത്തിനായി നമുക്ക് കൈകോർക്കാം. ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ പിണറായി ഭരണകൂടത്തിന് ഇതോടെ വിട നൽകാം. നമ്മുടെ കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും തൊഴിലില്ലായ്മയിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരുന്ന് സഖാക്കന്മാർ വീണ്ടും പറയുന്നു, ഞങ്ങൾക്കൊരു അവസരം കൂടി തരൂ എന്ന്. ചോദിക്കാൻ ലജ്ജയില്ലേ ഈ ഭരണകൂടത്തിന്? കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾ ഈ നാടിനെ എവിടെ എത്തിച്ചു എന്നൊന്ന് തിരിഞ്ഞു നോക്കൂ. എന്നിട്ടാകാം ഈ ചോദ്യം. നമ്മുടെ അഭ്യസ്ത വിദ്യരായ യുവാക്കൾ ഇന്ന് തൊഴിലില്ലാതെ തെരുവിലാണ്. PSC റാങ്ക് ലിസ്റ്റുകൾ നോക്കുകുത്തികളാകുന്നു. പിൻവാതിൽ നിയമനങ്ങളും താൽക്കാലികരായവരെ സ്ഥിരപ്പെടുത്തലും വഴി സ്വന്തക്കാരെ തിരികെ കയറ്റാൻ കാണിക്കുന്ന ആവേശം അർഹതയുള്ള ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നില്ല. ഓരോ വർഷവും ആയിരക്കണക്കിന് യുവാക്കളാണ് ഒരു ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നാട് വിടേണ്ടി വരുന്ന ഈ തലമുറയുടെ ശാപം നിങ്ങൾക്ക് മേലാണ് ചെന്ന് പതിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയോ? കടമെടുത്ത് കേരളത്തെ നിങ്ങൾ ഒരു വലിയ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ശമ്പളവും പെൻഷനും നൽകാൻ പോലും കടം വാങ്ങേണ്ടി വരുന്ന ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ചതാണോ നിങ്ങളുടെ വികസന മാതൃക? ഖജനാവ് കാലിയായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആഡംബരങ്ങൾക്കോ PR വർക്കുകൾക്കോ ഒരു കുറവുമില്ല. സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷനുകളും ചികിത്സാ സഹായങ്ങളും മുടങ്ങിക്കിടക്കുമ്പോഴും കോടികൾ പൊടിച്ച് ഹെലികോപ്റ്റർ യാത്രകളും വിദേശ പര്യടനങ്ങളും നടത്തുന്ന ഈ ഭരണകൂടം ജനങ്ങളെ പുച്ഛിക്കുകയാണ്. സ്നേഹപൂർവം, ശ്രുതി തരംഗം, ആശാകിരണം തുടങ്ങിയ എല്ലാ ജീവകാരുണ്യ പദ്ധതികളും ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞു. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ പണമില്ലാത്ത സർക്കാർ സ്വന്തം പ്രതിച്ഛായ മിനുക്കാൻ പരസ്യം നൽകാൻ മാത്രം പണം കണ്ടെത്തുന്നു. ഇത്രയേറെ ജനദ്രോഹ നടപടികൾ അഴിച്ചുവിട്ടിട്ടും ഇനിയും ജനങ്ങളെ പറ്റിക്കാൻ ഒരു അവസരം കൂടി ചോദിക്കുന്നത് ശുദ്ധ വിവരക്കേടല്ലേ? ജനങ്ങളെ ദുരിതക്കയത്തിലാക്കി യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർത്ത് കേരളത്തെ കടക്കണിയിലാക്കിയ ഈ ദുർഭരണത്തിന് ഇനി ഒരു നിമിഷം പോലും ആയുസ് നൽകരുത്. നമുക്ക് വേണ്ടത് വാക്കുകളല്ല, പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളം അനുഭവിച്ച ആ കരുതലിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. വഞ്ചനയുടെയും അഴിമതിയുടെയും ഈ കാലം അവസാനിക്കട്ടെ. മാറ്റം അനിവാര്യമാണ്. അത് നമ്മുടെ വോട്ടിലൂടെ സംഭവ്യവുമാകണം. ഇനിയും പറ്റിക്കപ്പെടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുക തന്നെ വേണം.